രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി ശശി തരൂർ. ഇന്നലെ ജയ് സിയാറാം എന്നെഴുതി രാംലല്ലയുടെ ചിത്രം പോസ്റ്റ് ചെയ്ത തരൂർ വ്യക്തിപരമായ ഭക്തി പ്രകടനമാണ് താൻ നടത്തിയത് എന്ന് ഇന്ന് വിശദീകരിച്ചു. മസ്ജിദ് പൊളിച്ചത് ശരിയായിരുന്നില്ല, പക്ഷേ മുസ്ലിം സമുദായം അയോധ്യയുടെ പ്രാധാന്യം മനസ്സിലാക്കി അന്തസ്സായി അവിടെ നിന്ന് പള്ളി മാറ്റിയിരുന്നെങ്കിൽ എല്ലാവർക്കും സന്തോഷമായേനെ എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. BJP ഉണ്ടാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഹിന്ദുക്കൾക്ക് അയോധ്യയുടെ പ്രാധാന്യം അറിയാം. രാമനെ BJPക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല എന്നും ശശി തരൂർ പറഞ്ഞു. വിശ്വപൗരൻ സംഘപൗരനായി എന്ന് CPM കടന്നാക്രമിച്ചപ്പോൾ കേരളത്തിന്റെ മതേതര മനസ്സിനെ തരൂർ ഒറ്റിയെന്ന് CPI വിമർശിച്ചു. ഇന്ന് ഈ കോണ്ടെക്സ്റ്റിൽ സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. തരൂർ സംഘ് പൗരനായോ? തരൂരിന്റെ ഭക്തി വോട്ടിന് വേണ്ടിയാണോ? BJP നിലപാടിൽ നിന്ന് ഈ നിലപാടിന് എന്ത് വ്യത്യാസമാണുള്ളത്? കോൺഗ്രസിന്റെയും നിലപാട് ഇത് തന്നെയാണോ? ഈ ചർച്ചയിൽ ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ്, ശ്രീ ഷാഫി ചാലിയ മുസ്ലിം ലീഗ്, ശ്രീ KS അരുൺകുമാർ CPM, ശ്രീ PR ശിവശങ്കർ BJP എന്നിവർ. ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ KP നൌഷാദ് അലി, ഇന്നലെ നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഒക്കെ വിശ്വസിക്കുന്ന നിരവധി ആളുകൾ ഭരണഘടനയുടെ പ്രിയാമ്പിള് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. താങ്കൾ കണ്ടിട്ടുണ്ടാവും. കോൺഗ്രസിന്റെ നേതാവും തിരുവനന്തപുരം MPയുമായ ശശി തരൂർ പക്ഷേ ഇന്നലെ ഷെയർ ചെയ്തത് രാംലല്ലയുടെ പടമാണ്, ജയ് സിയാറാം വിളിയോടുകൂടി. അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായി ഞാൻ എൻ്റെ ഭക്തി പ്രകടിപ്പിച്ചതാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം മാത്രമല്ലല്ലോ നടന്നത്, മറിച്ച് ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രം ഒരു മതരാഷ്ട്രമാകുന്നതിൻ്റെ അതിൻ്റെ ഒരു സംസ്ഥാപനം കൂടിയാണ് നടന്നത് എന്നിരിക്കെ യഥാർത്ഥത്തിൽ തരൂരിനെ പോലെ ഒരാൾ ഭക്തി ഇന്നലെ പ്രകടിപ്പിക്കേണ്ടത് ഭരണഘടനയോടായിരുന്നില്ലേ? താങ്കൾക്ക് അങ്ങനെ തോന്നിയിരുന്നോ? ഇവിടെ ശശി തരൂർ ഗാന്ധിജിയുടെ സീതാറാമിനെ സിയാറാം എന്നൊരു വാചിക ഭാഷാ പ്രയോഗത്തിലൂടെ പ്രതിനിധീകരിച്ചു എന്നുള്ളതാണ് ഇന്ന് കാണുന്ന എല്ലാ ഈ പ്രകോപനങ്ങൾക്കൊക്കെ ഹേതു. ഇപ്പം രാമനെ ഓർക്കുന്നവരെ, വിളിക്കുന്നവരെ, സ്മരിക്കുന്നവരെ, ജപിക്കുന്നവരെ, ആരാധിക്കുന്നവരെയൊക്കെ നമ്മളൊരു സംഘ് പരിവാർ ആക്കുക എന്നൊരു പണി CPM എടുക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് BJP എന്താണോ ഇച്ഛിക്കുന്നത് അത് കൽപ്പിക്കുക എന്നൊരു ദൗത്യമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മതനിരപേക്ഷവാദിയായി മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളുമുള്ള ഈ നടപ്പ് കാലഘട്ടത്തിൽ ആളുകളെ ഊഹാപോഹത്തിൻ്റെ രാഷ്ട്രീയ ദുഷ്ടലാക്കിൻ്റെയൊക്കെ പേരിൽ സംഘ് പരിവാറായി ചിത്രീകരിക്കുന്നത് അത് തീർച്ചയായിട്ടും അത് ഒട്ടും ഉചിതമായൊരു കാര്യമല്ല എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശശി തരൂർ എന്ന വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ആയുസ്സിൽ എഴുതിയ ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓരോ വിഷയത്തിലുമുള്ള നിലപാടുകൾ. ശശി തരൂരിന്റെ ദീർഘമായ കരിയറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും പോലെ ബോധ്യമുണ്ട്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രീ നൌഷാദ് അലി അദ്ദേഹം തന്നെ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ഒരു ലേഖനത്തിൽ കോൺഗ്രസിന്റെ നയത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് ഒരിക്കലും മൃദു ഹിന്ദുത്വം സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. അദ്ദേഹം തന്നെ കാരണമായി പറയുന്നത് ഹിന്ദുത്വം സ്വീകരിച്ചിട്ടുള്ള BJP അവിടെ ഉണ്ട്. അപ്പോൾ ഒറിജിനൽ അവിടെ ഉള്ളപ്പോൾ അതിനെ അനുകരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റിനെ ആളുകൾ എടുക്കില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് മൃദു ഹിന്ദുത്വം പയറ്റിയാൽ കോൺഗ്രസിന് നിലനിൽപ്പുണ്ടാവില്ല, മറിച്ച് കോൺഗ്രസ് അതിന്റെ സെക്യുലർ ക്രെഡൻഷ്യൽസ് സംരക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് ശശി തരൂരിന്റെ ലേഖനം. ഇപ്പോൾ താങ്കൾ കുറേ ലേഖനം എഴുതിയ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. പക്ഷെ അതിന് അനുഗുണമായ സമീപനമാണോ ഇന്നലെ? ഞാൻ പറഞ്ഞ ഇന്നലത്തെ കോണ്ടെക്സ്റ്റിലാണ്, അല്ലാതെ രാമനെ ഉപാസിക്കുന്നതിലോ രാമനെ പൂജിക്കുന്നതിലോ ഒന്നും ആർക്കും ഒരു കുഴപ്പമില്ല. എത്രയോ ലക്ഷം മനുഷ്യർ, എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ അങ്ങനെ അവരുടെ വ്യക്തിപരമായ നിലയിൽ ഭക്തി പ്രകടിപ്പിക്കുന്നുണ്ടാവും. ഇന്നലത്തെ ദിവസത്തിന്റെ സവിശേഷമായ പ്രാധാന്യം അങ്ങേക്ക് അറിയാത്തതല്ലല്ലോ. പിന്നെ ഈ സിയാവർ രാമചന്ദ്ര കി ജയ് എന്നുള്ളത് രഥയാത്രയുടെ സമയത്ത് LK അദ്വാനി തന്നെ മുഴക്കിയിട്ടുള്ള മുദ്രാവാക്യാണ്. ആദ്യമായിട്ട് സിയാവർന്ന് ശശി തരൂർ ഉപയോഗിക്കുന്നതൊന്നും അല്ല. രാം കെ നാംപർ എന്ന ആനന്ദ് പട്വർദ്ധന്റെ ഡോക്യുമെന്ററി താങ്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ സിയാവർ രാമചന്ദ്ര കി എന്ന അദ്വാനി ഓരോ റാലിയിലും പ്രസംഗിക്കുന്നത് കേൾക്കാം. അത് തന്നെയാണ് തരൂരും പറഞ്ഞത്. ഇവിടെ അഭിലാഷ്, താങ്കൾ ഈ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഈ രാമജന്മഭൂമി, ബാബരി മസ്ജിദ്, ഈ മന്ദിർ മസ്ജിദ് പ്രശ്നം അത് 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ട്, പിന്നിട്ട് ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിലും വലിയ രാഷ്ട്രീയ ചർച്ചയാണ്. ഇതുപോലെ ഈ 3 നൂറ്റാണ്ടിലും ചർച്ചയായിട്ടുള്ള മറ്റൊരു വിഷയം ഞാൻ പറയാം. അത് ഈ ഗോവധ നിരോധനമാണ്. ഗോവധ നിരോധനം ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് നേതാക്കളിൽ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു, രാജേന്ദ്ര പ്രസാദ് ഉണ്ടായിരുന്നു, ലാല ലജ്പത് റായ് ഉണ്ടായിരുന്നു, പുരുഷോത്തം ദാസ് ടണ്ടൻ ഉണ്ടായിരുന്നു, തിലകൻ ഉണ്ടായിരുന്നു, മദൻ മോഹൻ മാളവ്യൊക്കെ ഉണ്ടായിരുന്നു. ഗോവധ നിരോധനം ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടവരാണ് ഞാനീ പറയുന്നത്. 1955 ഗോവിന്ദ സേത്ത് എന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന പാർലമെന്റ് അംഗം ഗോവധ നിരോധന നിയമ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ
ഞാനത് പാസ്സാവുകയാണെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്ന നെഹ്റുവിൻ്റെ ഒറ്റ നിലപാടിൻ്റെ മുമ്പിലാണ് ആ പ്രമേയം പരാജയപ്പെട്ടു പോയത്. ജയപ്രകാശ് നാരായണൻ എന്ന ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളുടെ അപ്പോസ്തലൻ 1970-കളിൽ ഇന്ദിരാഗാന്ധിക്ക് ഗോവധ നിരോധനം ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ കത്ത് തുടങ്ങുന്നത് ഇത്ര കണ്ട് ബഹുഭൂരിപക്ഷം അധിവസിക്കുന്ന ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് പല കോണ്ടെക്സ്റ്റുകളിലും ആളുകളുടെ അഭിപ്രായം പല രൂപത്തിലൊക്കെ പല വിഷയങ്ങളിലും വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റ് അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമുക്ക് കാര്യങ്ങളെ വ്യാഖ്യാനിക്കാം, പക്ഷെ അത് അർത്ഥവത്താകണമല്ലോ. ഇപ്പൊ താങ്കൾ തന്നെ സൂചിപ്പിച്ച കോൺഗ്രസിന്റെ പരിസരം എടുക്കൂ. നെഹ്റു ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ വീറ്റോ ചെയ്തു ഗോവധ നിരോധനത്തിന്റെ കാര്യത്തിൽ എന്ന് താങ്കൾ പറഞ്ഞു. സോമനാഥ് ക്ഷേത്രത്തിന്റെ സമയത്ത് അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട് നമ്മുടെ രാഷ്ട്രം സെക്കുലർ ആവുന്നതിനെതിരായ ഒരു കാര്യവും നമ്മുടെ ഒരു ഭാരവാഹിയും നേതാവും ചെയ്യരുത് എന്നുള്ളതായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്ത് ചരിത്രരേഖയാണ്. അപ്പോൾ രാഷ്ട്രം സെക്കുലർ ആവുന്നതിന് എതിര് നിൽക്കാവുന്ന ഒരു പ്രവൃത്തി നെഹ്റുവിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള, അംബേദ്കറെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള തരൂര് ചെയ്യാമോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ അഭിലാഷേ, നെഹ്റുവിൻ്റെ പാത പിൻപറ്റുന്ന, നെഹ്റുവിനെ അനുധാവനം ചെയ്യുന്ന ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. ഗാന്ധിയെ അല്ലെങ്കിൽ തിലകനെ അല്ലെങ്കിൽ ലാലാ ലജ്പത് റായെ, രാജേന്ദ്ര പ്രസാദിനെയും പട്ടേലിനെയൊക്കെ അനുധാവനം ചെയ്യുന്ന ധാരകൾ പുലർത്തുന്നവരുമുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുകയാണ് കോൺഗ്രസ് പാർട്ടി. പക്ഷേ കോൺഗ്രസ് ആ വിഷയത്തിലൊരു കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്ന പരിപാടിയാണ്, ആ പരിപാടിയിൽ പോകുന്ന പ്രശ്നമില്ല എന്ന് കോൺഗ്രസ് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർട്ടിക്കകത്ത് എല്ലാ കാലത്തും എല്ലാ വിഷയങ്ങളിലുമുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ അത് ഈ വിഷയത്തിലുമുണ്ട് എന്ന് കരുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് കരുതി ശശി തരൂർ ഒരിക്കലും സംഘ് പരിവാറിന്റെ രാമനെയോ BJPയുടെ രാമനെയോ മോദി അവിടെ ഉയർത്തിയ രാഷ്ട്രീയ രാമനെയോ പിന്തുണക്കുന്നയാളാണ് എന്ന് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും പറയുകയില്ല. അദ്ദേഹത്തിന്റെ ഒരു വ്യതിരക്തമായ ഒരു നിലപാടിന്റെ ഒരു സൂചകം അവിടെ പല ആംഗിളുകളിൽ അദ്ദേഹം പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം കുറച്ചുകൂടി നിഷ്കളങ്കനായതുകൊണ്ട് പത്രക്കാരുടെ അവസാന ചോദ്യത്തിനും മറുപടി നൽകിയിട്ടാണ് അദ്ദേഹം പിരിഞ്ഞത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ എക്സ്ക്ലൂസീവ് തപ്പിത്തരുതാനുള്ള സമയം കിട്ടിയെന്ന് മാത്രം. പിണറായി വിജയന്റെ മാതിരി 2 or 3 ചോദ്യം ചോദിച്ച് എഴുന്നേറ്റ് പോകുന്ന രീതിയാണ് ശശി തരൂർ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇത്തരമൊരു ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടാവുമായിരുന്നില്ല. ശ്രദ്ധിച്ചോളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നുള്ളതിനേക്കാളും പറയുന്ന കാര്യത്തിന്റെ പ്രസക്തിയും പറയുന്ന കാര്യത്തിന്റെ മൂല്യവുമാണല്ലോ പ്രധാനം. ശ്രീ ഷാഫി ചാലിയം, ഇന്നിപ്പോ തരൂരിന്റെ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ തരൂർ മാധ്യമങ്ങളോട് സംസാരിച്ചത്, വാർത്താ സമ്മേളനമല്ല, മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹം ഉത്തരം പറയായിരുന്നു. അത് താങ്കളും കേട്ടിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം പറയുന്നു ബാബറി മസ്ജിദ് പൊളിച്ചത് നല്ലതായില്ല എന്ന്. അത് ഏത് കോൺഗ്രസ്സുകാരനും എടുക്കുന്ന നിലപാടാണ്, സ്വാഭാവികം. ബാബറി മസ്ജിദ് പൊളിച്ചത് നന്നായില്ല എന്നതിന് ശേഷം അദ്ദേഹം പക്ഷേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാബറി മസ്ജിദ് പൊളിച്ചത് ശരിയായില്ല എന്നുള്ളതിനൊരു പക്ഷേ കൂടെ ചേർക്കേണ്ടതുണ്ടോ? പക്ഷേ അദ്ദേഹം പറയുന്നു, ചില ആളുകൾ പറയുന്നു മുസ്ലിം സമുദായം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അവർ തന്നെ ഈ മസ്ജിദിനെ അന്തസ്സായിട്ട് അവിടെ നിന്ന് മാറ്റി വേറൊരിടത്താക്കിയിരുന്നെങ്കിൽ എല്ലാവർക്കും സന്തോഷമായേനെ എന്ന്. എന്ത് തോന്നുന്നു ലീഗിന്? ഇപ്പോൾ ഈ അതും മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമാണോ? മുസ്ലിങ്ങൾ 450 വർഷം കൈവശം വെച്ചിരുന്ന പള്ളി അവര് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അന്തസ്സായിട്ട് എടുത്ത് കൊടുത്തിരുന്നുവെങ്കിൽ അത് പൊളിക്കില്ലായിരുന്നു. അപ്പൊ മുസ്ലിങ്ങൾ അന്തസ്സായിട്ട് പള്ളി വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണ് മസ്ജിദ് പൊളിച്ചത് എന്ന നിലയിൽ പറഞ്ഞാൽ അതിനോടും യോജിക്കാൻ ഒരു മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിർബന്ധിതരാകേണ്ടി വരുമോ? ശശി തരൂരിനെ പോലുള്ള ഒരാളെ നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പടം ഷെയർ ചെയ്തതോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു കുത്ത് ഒരു കോമ ഇതിൻ്റെ പേരിൽ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട ആളല്ല. അദ്ദേഹം 40 പുസ്തകങ്ങൾ എഴുതി, 40ഉം സംഘപരിവാറിനെതിരെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഏറ്റവും ശ്രദ്ധേയമായ പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ. ഒരു മനുഷ്യനെ നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടത് പ്രിൻസിപ്പലി അദ്ദേഹം ആരാണെന്നുള്ളതാണ്. പിന്നെ ഞാൻ അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം മുഴുവൻ കേട്ടു. ഇന്ന് ഗൂഗിളിൽ ആ കാര്യങ്ങൾ വളരെ വിശദീകരിച്ചിട്ടുണ്ട്. നൗഷാദ് അലി പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ പറയുന്നില്ല. അദ്ദേഹം ഏത് കോണിൽ നിന്നാണ് ഇത് കാണുന്നത് എന്നത് വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ. പിന്നെ ശശി തരൂർ അദ്ദേഹത്തിന്റെ ലെഗസിയെ കുറിച്ച് എനിക്ക് തർക്കമില്ല, വളരെ കൃത്യമാണ് എന്ന് അങ്ങ് പറഞ്ഞല്ലോ.
ശശി തരൂരിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ ഏത് ഭാഗമാണ് കൃത്യം? മസ്ജിദ് പൊളിച്ചത് മോശമായി പോയി, പക്ഷേ മുസ്ലിം സമുദായം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി മസ്ജിദിനെ അങ്ങ് അന്തസ്സായിട്ട് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അത് പൊളിക്കിലായിരുന്നു, അല്ലെങ്കിൽ അത് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു സൊല്യൂഷനിലേക്ക് പോയേനെ എന്ന് ചിലർ പറയുന്നു എന്നുള്ള ഭാഗമാണോ കൃത്യം? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ ഇന്നലെ ഷെയർ ചെയ്ത ഒരു പടത്തെയോ മാത്രം വെച്ച് ഓഡിറ്റ് ചെയ്യേണ്ട വ്യക്തിയല്ല തരൂർ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാകട്ടെ. തരൂരിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്താ, അല്ല ഞാൻ പറയട്ടെ, തരൂര് മറ്റേത് കോൺഗ്രസ് നേതാക്കളെക്കാളും കൂടുതൽ ഈ സംഘപരിവാറിനും BJPക്കുമെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയ വ്യക്തിയാണ്, അത്തരം പ്രസംഗങ്ങൾ നടത്തിയ വ്യക്തിയാണ്, അത്തരം പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണ് എന്നതുകൊണ്ട് അത് തന്നെയാണ് ഇതിൽ വിഷയം കിടക്കുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തിയിൽ അങ്ങനെ ഇങ്ങനെ ഒന്ന് ഉണ്ടാകാവോ? സംഘപരിവാറിനെതിരെ ശശി തരൂർ ഉയർത്തിയ മറ്റാരും ഉയർത്താത്ത കടുത്ത ആരോപണങ്ങൾ ഒരു 3-4 പറയാമോ? അല്ല, കുറച്ച് കൂടിപ്പോയതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം സംഘപരിവാറിനെ ആക്രമിക്കുന്നതിൽ മറ്റെല്ലാവരെക്കാളും അവരെ പ്രിൻസിപ്പളി ആക്രമിക്കുന്നതിൽ സംഘപരിവാർ ചെയ്യുന്ന എല്ലാ ക്രൂരതകളും അന്താരാഷ്ട്ര വേദികളിൽ തുറന്നു കാട്ടിയത്, ബ്രിട്ടീഷ് പാർലമെൻറ്റിന് അകത്തേക്ക് ചെന്നുകൊണ്ട് ബ്രിട്ടനെ ഒരു രാജ്യമായി അംഗീകരിക്കണമെങ്കിൽ ജാലിയൻ വാലാബാഗ് നടത്തിയ കൂട്ടക്കുരുതിയിൽ മാപ്പ് പറയണമെന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവിടെ പോയി പ്രസംഗിച്ച അതിന് ധീരത കാണിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു കുത്തും കോമിയും പക്ഷയും വെച്ച് മാത്രം ഓഡിറ്റ് ചെയ്യേണ്ടതല്ല എന്നതാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, അയോധ്യയിൽ നടക്കുന്ന ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഇടത് ഐക്കൺ അതേപോലെ തന്നെ ചില ബുദ്ധിജീവികളൊക്കെ പറയുന്നത് ബാബരി മസ്ജിദ് തകർത്ത സംഭവവും ഇപ്പോഴത്തെ ക്ഷേത്ര നിർമ്മാണവും കൂട്ടി വായിക്കുകയാണ്. ഞങ്ങൾക്കിതിൽ പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പാണക്കാട് സാദിഖലി തങ്ങളൊക്കെ ഈ വിഷയത്തിൽ വളരെ കരുതലും ജാഗ്രതയും ക്ഷമയും സഹനവും വേണം. മാത്രമല്ല ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് സുപ്രീം കോടതിക്ക് വിധിക്ക് മുമ്പും വിധിക്ക് ശേഷവും അത് 2 സിവിലൈസേഷനാണ്, 2 കാലഘട്ടങ്ങളാണ്. സുപ്രീം കോടതിൻ്റെ വിധി എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന് നിയമമായാൽ അതിന് ഉൾക്കൊള്ളൽ ഇന്ത്യൻ പൗരൻ്റെ ബാധ്യതയാണ്. എൻ്റെ തലമുറ ഒരു 1000 ഏക്കർ സ്ഥലം എൻ്റെ തലമുറൻ്റെ ഉണ്ട്. ഒരു രാമൻ നായരുമായിട്ട് കേസാണ്, കോടതിയിൽ കുറേ കാലമായി കേസ് നടക്കുന്നു. അവസാനം കോടതി രാമൻ നായർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ആ വിധിക്ക് മേലെ സുപ്രീം കോടതി കഴിഞ്ഞാൽ വേറെ അപ്പീലും ഇല്ല. ഞാനത് അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ സുപ്രീം കോടതിയുടെ വിധിയുടെ ആ ഇൻറ്റൻഷനെ നിരക്കുന്ന രീതിയിലല്ല BJP ഗവൺമെൻറ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. എന്താ അതിന് കാരണം? സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്ന 3 പേർ, ഒന്ന് സുന്നി വഖഫ് ബോർഡ്, മറ്റൊന്ന് കാര്യങ്ങളാണ്. ഞാൻ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ നമുക്കിപ്പോ തരൂരിന്റെ കാര്യം ഒന്ന് തീർത്തിട്ട് ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ അരുൺകുമാർ, തരൂരിലേക്ക് വരുന്ന ഈ ഒരു പോയിന്റ് വിശദാംശങ്ങളിലേക്ക് വേണമെങ്കിൽ വരെ അടുത്ത ഘട്ടത്തിൽ. ഒറ്റ മിനിറ്റ് മതി, പെട്ടെന്ന് തീർക്കും. കേസല്ല തരൂര് പറയാനിടയായ സാഹചര്യമാണ് ഞാൻ പറയുന്നത്. ഒറ്റ മിനിറ്റ്. അതായത് സംഘപരിവാർ ഒറ്റ മിനിറ്റ് ഇത് പറഞ്ഞൊന്നും പോയിക്കോട്ടെ ഞാൻ. അതായത് രാംലല്ലയും അതുപോലെ തന്നെ അഘാടി ഞങ്ങൾക്കത് വിട്ടുതരണം എന്നാ പറഞ്ഞത്, ക്ഷേത്രം നിർമ്മിക്കാൻ. കേൾക്കണങ്ങൾ. എന്നാൽ കോടതി അവർക്ക് വിട്ടുകൊടുത്തില്ല. അതിന്റെ സ്പിരിറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു ഇഞ്ച് ഭൂമിയുടെ അവകാശമില്ല എന്ന് പറഞ്ഞ് അവരുടെ വാദം തള്ളിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു ഇപ്പുറം ക്ഷേത്രവും അപ്പുറം എന്തും ഉണ്ടാക്കണം, പള്ളി ഉണ്ടാക്കണം. ഈ ക്ഷേത്രത്തോടൊപ്പം ഈ പള്ളി ഇവരുണ്ടാക്കിയോ? ഉത്തർപ്രദേശ് സുന്നി വഖഫ് ബോർഡ് ഉത്തർപ്രദേശ് ഗവൺമെന്റിന് കീഴിലുള്ള സംവിധാനമാണ്. യോഗി ആദിത്യനാഥ്. ഇത് രണ്ടും ഒരേ സമയത്ത് ക്ഷേത്രവും വരിക, അതേസമയം അപ്പുറം പള്ളിയും വരിക. അതാണ് സുപ്രീം കോടതി ആഗ്രഹിച്ചത്. ഇവര് രാഷ്ട്രീയം കളിച്ചു. അവിടെ തരൂര് പറഞ്ഞ ഈ പക്ഷയും കുത്തും കോമിയും മാത്രം വായിക്കാതെ താഴോട്ട് നിന്ന് പത്രസമ്മേളനത്തിൽ അയാൾ പറഞ്ഞ രാമനെ BJPക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. രാമൻ ഒരു വികാരമാണ്, അത് പഠിക്കണം. അതുകൊണ്ട് അവർ വിശ്വാസികളാണ്. അപ്പൊ BJPക്ക് രാഷ്ട്രീയം കളിക്കാൻ വിട്ടുകൊടുക്കേണ്ടതില്ല. ഇവിടെ ശങ്കരാചാര്യന്മാർ അങ്ങോട്ടേക്ക് ഇല്ല എന്നാ പറഞ്ഞത്. എന്താ ഇതിന് കാരണം? നമുക്ക് ശങ്കരാചാര്യന്മാരുടെ കാര്യത്തിലേക്കൊക്കെ പിന്നീട് വരാം. ഇപ്പോ അതല്ലല്ലോ നമ്മുടെ വിഷയം. ശങ്കരാചാര്യന്മാരുടെ കാര്യത്തിലേക്കൊക്കെ വരാം. ഇപ്പൊ ശശി തരൂരിന്റെ നീണ്ട പാർലമെന്ററി കരിയർ, അദ്ദേഹം 3 തവണ MP ആയിട്ടുള്ള ആളാണ്. അതിനു മുമ്പ് അദ്ദേഹം അന്താരാഷ്ട്ര വേദികളിലും അല്ലാതെയും ഒക്കെ ധാരാളം എഴുത്തുകൾ, പ്രസംഗങ്ങൾ ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇന്ന് തരൂര് തന്നെ പറയുന്നത്, ഞാൻ ആയിരക്കണക്കിന്
ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കെ ഞാൻ ഇന്നലെ ഒരു വരിയിൽ കുറിച്ച ഒരു ട്വീറ്റാണോ ഇത്ര പ്രശ്നം എന്നുള്ളതാണ്. ഇന്നലെ ഒരു ട്വീറ്റ് നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങളാണ് വിശ്വപൗരൻ സംഘപൗരനായി മാറിയത് എന്ന് ആരോപിച്ചത്. നിങ്ങൾ അങ്ങനെ ആരോപിച്ചതുകൊണ്ടാണ് വിശ്വപൗരൻ സംഘപൗരനായോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെ ശശി തരൂരിനെ ഈ ഒരു ട്വീറ്റിന്റെ പേരിൽ സംഘപരിവാർ ആക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്തിന്? ഇവിടെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ മുതൽ ശ്രീ ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇടപെടലുകളും പ്രസ്താവനകളും ഫേസ്ബുക്ക് പോസ്റ്റും ട്വിറ്റർ പോസ്റ്റും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇന്നലെ തന്നെ ഈ ദിവസം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ജാഥയെ ആസാമിൽ വെച്ച് തടഞ്ഞ് ക്ഷേത്ര ദർശനത്തിന് പോലും അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് ബഹുമാനപ്പെട്ട ശശി തരൂർ ഇത്തരത്തിൽ ഫേസ്ബുക്കിലേക്കും ട്വിറ്ററിലൂടെയും എല്ലാം പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെ അദ്ദേഹം പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പാർലമെന്റിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഴിവിനെയും പ്രാപ്തിയെയും ആരും തള്ളിപ്പറയുന്നില്ല. പക്ഷേ ഈ പൊളിറ്റിക്കലൈസേഷൻ കൃത്യമായി ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP നടത്തിക്കൊണ്ടിരിക്കുന്നു, സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് ഞങ്ങൾ അതുമായി സഹകരിക്കുന്നില്ല എന്ന് പ്രസ്താവിച്ച കോൺഗ്രസ്, വൈകിയാണെങ്കിലും പറഞ്ഞ കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ നിലപാടിൽ നിന്നും വ്യത്യസ്തമായി തന്നെയല്ലേ ഈ ശശി തരൂർ അടുത്ത ദിവസങ്ങളിൽ നടത്തിയ ഇടപെടലുകളെല്ലാം. ഇന്നിപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ആദ്യം ശ്രീ അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചു. അഥവാ മുസ്ലിം സമുദായം അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അവര് തന്നെ ഈ മസ്ജിദിനെ അന്തസ്സോടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാൽ, ഒന്ന് ആലോചിച്ച് നോക്കിയേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാചകത്തിന്റെ പൊരുൾ എന്താണ്? മുസ്ലിം സമുദായം തന്നെ അന്തസ്സോടെ ഈ മസ്ജിദിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നെങ്കിൽ അത് പൊളിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്ന രൂപത്തിലേക്ക് വരുന്നു. അങ്ങനെ 1528 സ്ഥാപിക്കപ്പെട്ട ഈ ക്ഷേത്രവുമായി ബന്ധം അല്ല, അദ്ദേഹം പറയുന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. ആരുടെ അഭിപ്രായം? ആര് പൊളിച്ചു മാറ്റണം? ഒന്ന് ചോദിച്ചോട്ടെ, 1528 ബാബറി മസ്ജിദ് സ്ഥാപിച്ചതിന് ശേഷം എന്നാണ് അതിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായതെന്ന് ചോദിച്ചാൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. 1855 വിവാദമുണ്ടായത് ഹനുമാൻഗഡ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ താഴികക്കുടത്തിന് താഴെ കൃത്യമായി രാംലല്ല വിഗ്രഹം ഉണ്ടായിരുന്നോ മറ്റൊന്നും 18-ാം നൂറ്റാണ്ട് 1800 അവസാന ഘട്ടം വരെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല. 1949 അത്തരത്തിൽ ബാലനായ രാമന്റെ ഒരു വിഗ്രഹം അവിടെ വന്നത്. പിന്നെ 1986 അത് തുറന്നു കൊടുക്കുന്നു, 89 ആരാധനാ സ്വാതന്ത്ര്യം കൊടുക്കുന്നു, 92 അത് തച്ചു തകർക്കുന്നു. അപ്പൊ കൃത്യമായി സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 ശേഷം സംഘപരിവാർ അജണ്ടയുടെ ഘട്ടം ഘട്ടമായിട്ടുള്ള പൂർത്തീകരണമാണ് ബാബറി മസ്ജിദ് തകർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായതെന്ന് നമുക്ക് 1949 മുതൽ 92 വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇതെല്ലാം നല്ല ബോധ്യമുള്ള ഒരു വിശ്വപൗരനാണ് പറയുന്നത്. സ്വയം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അത് പൊളിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ആര് ചർച്ച, എന്ത് ചർച്ച? ഈ 2 ദിവസമായി അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്ന ചർച്ചയുടെ ഭാഗമായിട്ടല്ലേ ഇതുണ്ടായത്? ഇത് കോൺഗ്രസിന്റെ പ്രത്യക്ഷ നിലപാടിന് വിരുദ്ധമാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധികൾക്കും ലീഗ് പ്രതിനിധിക്കും എല്ലാം ബോധ്യമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന നയമാണോ ഇവിടെ ശശി തരൂർ ഉയർത്തിപ്പിടിക്കുന്ന നയം എന്നത് ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്യണം. ഇപ്പോഴും അദ്ദേഹം രാമക്ഷേത്രത്തിന്റെ നിർമ്മാണവും അതിന്റെ പൊളിറ്റിക്കലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP ഉയർത്തിപ്പിടിക്കുന്ന അതേ നിലപാട് തന്നെ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലേക്ക് ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ പ്രസ്താവനയും ട്വീറ്റും എല്ലാം മാറുകയാണ്. അതുകൊണ്ട് ഗൗരവമായി ഇത് ശരിക്കും 2 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റം വരികയാണ്. ഇതിലും കടുത്ത നിലപാട് സ്വീകരിച്ച ആളായിരുന്നു ആസാമിലെ മുഖ്യമന്ത്രി ഹേമന്ത ബിശ്വ ശർമ്മ. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായി BJPയെ പരസ്യമായി ആക്രമിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ ഹേമന്ത ബിശ്വ ശർമ്മ എവിടെയാണ് നിൽക്കുന്നതെന്നും അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ജാഥയെ തടയുവാനും മറ്റു തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പല കോൺഗ്രസ് നേതാക്കന്മാരും ശക്തമായിട്ടുള്ള മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുകയും കോൺഗ്രസിന്റെ മുന്നണി പോരാളിയായിരുന്നവർ പടിപടിയായി BJPയായി മാറിയ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ സാഹചര്യം കണ്ട് ബോധ്യപ്പെടുമ്പോൾ ഇപ്പൊ പാർലമെന്റിലും മുഖ്യമന്ത്രിമാരുടെ എണ്ണം എടുത്തു നോക്കിയാലും MLA-മാരുടെ എണ്ണം എടുത്തു നോക്കിയാലും BJP ആയി മാറിയ കോൺഗ്രസ് നേതാക്കന്മാരെ നിരവധി നമുക്ക് കാണാം. അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ ഏറ്റവും നിർണായകമായ സാഹചര്യത്തിൽ ഒരു വിശ്വപൗരനായി വിശേഷിപ്പിക്കപ്പെടുന്ന ശശി തരൂരിന്റെ പ്രസ്താവന മതനിരപേക്ഷവാദികളിൽ വളരെയധികം സംശയവും അതുപോലെ തന്നെ വിഷമവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഗൗരവത്തോടെ ഈ രാജ്യം ചർച്ച ചെയ്തു. അതാണ് അതിലെ CPM-ന്റെ പൊസിഷൻ. PR ശിവശങ്കർ, ഇവിടെ ഇപ്പോ ശശി തരൂർ മാത്രമല്ല പല നേതാക്കളും അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആളുകൾ രാംലല്ലയുടെ പടം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തരൂർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രീരാമനെ BJPക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. 1980 ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് BJP. പക്ഷെ അയോധ്യ എന്ന സ്ഥലത്തിന്റെ പ്രാധാന്യവും അത്തരം കാര്യങ്ങളൊക്കെ നൂറ്റാണ്ടുകളായി ഇവിടെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ 1980 ഉണ്ടായ BJPക്ക് ഇതിൻ്റെയൊക്കെ എന്താ പറയുക, അതിൻ്റെ അട്ടിപ്പേർ അവകാശം കൊടുക്കേണ്ടതില്ല
എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്ന് മാത്രമല്ല, ഇപ്പോൾ മധ്യപ്രദേശിലൊക്കെ പലയിടത്തും PCC ഓഫീസിന് അടുത്തടക്കം ഈ രാമക്ഷേത്ര നിർമ്മാണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കക്കാരനായ രാജീവ് ഗാന്ധിക്ക്, ആ രാജീവ് ഗാന്ധിയുടെ സ്വപ്നം സാക്ഷാത്കരിച്ചതിന് അഭിവാദ്യമൊക്കെ അർപ്പിച്ച് ബോർഡൊക്കെ ഉയർന്നിട്ടുണ്ട്. അഭിലാഷ്, ഇത് ചരിത്രത്തിൽ എപ്പോഴും സംഭവിക്കുന്നതാണ്. വിജയത്തിന് എപ്പോഴും 1000 പിതാക്കന്മാരും തോൽവി എപ്പോഴും അനാഥനുമാണ്. ഇപ്പോൾ ചരിത്രം രാമക്ഷേത്രത്തിന് മുൻപും പിൻപും എന്ന് പറഞ്ഞ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഈ വിജയത്തിൻ്റെ വക്താക്കളാക്കാൻ കോൺഗ്രസ്സുകാരും മുന്നോട്ട് വരുന്നു. അവർക്കറിയാം ഇത് ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. ഈ ഇന്ത്യയുടെ ചരിത്രം ഇനി രാമക്ഷേത്രത്തിൻ്റെ കൂടെയാണ്. ആ രാമക്ഷേത്രത്തിൻ്റെ മുൻപിലൂടെ ഒഴുകുന്നത് സരയുവിലാണ് ചരിത്രം ഇനി ഉദിക്കാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ ശശി തരൂരിൻ്റെ ഈ അഭിപ്രായം തികച്ചും കാപട്യമാണ്, സമ്പൂർണമായ കാപട്യം. വിജയിച്ചപ്പോൾ അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ ശ്രമിക്കുന്ന സാധാരണ ഒരു കോൺഗ്രസ്സുകാരൻ്റെ അവസ്ഥാ മനോഭാവം മാത്രമാണ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ടെൻഡർ വിളിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അതെങ്ങനെയും പറഞ്ഞിട്ട് അവിടെ പ്രകടനം നടത്തുകയും സമരം നടത്തുകയും ചെയ്യുന്ന ലോക്കൽ ഒരു കോൺഗ്രസ്സുകാരൻ്റെ മാനസികാവസ്ഥ. വിജയിച്ചപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. കാരണം ഒരിക്കലും അവിടെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് രാമജന്മഭൂമിയിൽ ആശുപത്രി വേണം, കോളേജ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനൊന്നും അന്നെതിരെ ഇവരാരും ഒരു അക്ഷരം മിണ്ടിയിരുന്നില്ല. അതിനെതിരെയെല്ലാം ഈ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയൊക്കെ കോൺഗ്രസിൻ്റെ കൂടെ നിരന്തരം നിന്നുകൊണ്ട് അതിനെയൊക്കെ പിന്തുണച്ചിരുന്ന ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ. അദ്ദേഹം എത്ര പുസ്തകം എഴുതിയാലും, എത്ര ബ്രിട്ടീഷ് എംബസിയിൽ പോയി പാർലമെൻറ്റിൽ പോയി പ്രസംഗിച്ചാലും ആത്യന്തികമായ ഒരു കോൺഗ്രസ്സുകാരനാണ്. വിജയിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ രാമജന്മഭൂമിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട RSSും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളും അതിലെ കഷ്ടപ്പെട്ട് മരണം വരിച്ച കർസേവകരും സ്വയം സേവകരും അടക്കം മുന്നോട്ട് വെച്ച ആശയം വിജയിച്ചപ്പോൾ ആ വിജയത്തിൻ്റെ മുന്നിൽ കയറി നിന്നുകൊണ്ട് ചരിത്രം തങ്ങൾക്ക് അനുകൂലമാണ്, ഞങ്ങളാണിത് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഒരു തങ്ങളുടെ വോട്ടിൻ്റെ രാഷ്ട്രീയം, അത് നേരത്തെ മുസ്ലിം രാഷ്ട്രീയത്തിന് മുൻപിൽ ഹമാസിൻ്റെ പ്രശ്നം പറഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന കേവലമായ ഒരു രാഷ്ട്രീയക്കാരനായി അധപ്പതിച്ചിരിക്കുന്നു ശ്രീ ശശി തരൂർ എന്നതാണ് സത്യം. അതിൽ പരം ഒന്നും ഈ ചർച്ചയ്ക്കില്ല, ഈ പ്രശ്നങ്ങൾക്കില്ല. അദ്ദേഹം തൻ്റെ വോട്ട് ഇപ്പോൾ തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് വലിയ ജനസമ്മതി ഇന്നും സംഭവിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ അങ്ങോട്ട് പോകുന്നു. ആ വോട്ടിൽ കണ്ണു നട്ടുകൊണ്ട് ഒരു ശരാശരി രാഷ്ട്രീയക്കാരന് താഴെ നിന്നുകൊണ്ട് ശശി തരൂർ നടത്തിയ ഒരു ശ്രമം, അല്ലാതെ അദ്ദേഹത്തിന് മുൻപ് നടത്തിയ ആ കാര്യങ്ങൾക്കൊന്നും യാതൊരു കാര്യവുമില്ല. പിന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നു. നമുക്കറിയാം, ചിത്രയായാലും ഇന്ന് രേവതിയായാലും കേരളത്തിലെ ചില ട്വിറ്റർ ഹാൻഡിലുകൾ ആക്രമിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. കാരണം ഇത് ഹൈന്ദവന് അനുകൂലമായ യാതൊരുവിധ ഒരു പ്രയാണവും ഉണ്ടാകാൻ പാടില്ല. മിനിമം കേരളത്തിലെങ്കിലും. മറ്റു സംസ്ഥാനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് CPM ഇവിടെ കിടന്ന് കാണിക്കുന്നു. നമുക്ക് മറ്റൊരു കാര്യം അറിയാമല്ലോ, എന്തുകൊണ്ടാണ് ഇവർ അങ്ങനെയാണെങ്കിൽ NSSന്റെ ജനറൽ സെക്രട്ടറിക്കെതിരെയോ SNDPയുടെ ജനറൽ സെക്രട്ടറിക്ക് ഒരു അക്ഷരം മിണ്ടാത്തത്? ഭയമുണ്ട്. ഇവർക്ക് ഭയമാണ്. ഇവർക്കറിയാം ഭയപ്പെടുത്താൻ ആരെ പറ്റും, ഭയപ്പെടുത്തിയാൽ ആര് തിരുത്തും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെ ഒന്ന് ഭയപ്പെടുത്തി നോക്കാമെന്നുള്ള ഒരു ചെറിയ ധാരണയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്താം. ഞാൻ കൈ കാണിക്കുന്ന കണ്ടു, 1 മിനിറ്റ് കൂടി. ചരിത്രം അറിയാത്തത് കൊണ്ടാണ് ഈ അരുണൊക്കെ ഇരുന്നുകൊണ്ട് ഇത്തരം വർത്താനം പറയുന്നത്. ചരിത്രത്തെക്കുറിച്ച് ആ ചരിത്ര പുസ്തകം വായിച്ചിട്ടില്ല. അഭിലാഷ് വായിച്ചാലും അത് പറയുകയുമില്ല. ഗുരുനാനാക്കിൻ്റെ ഒക്കെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. 1500 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വിഗ്രഹം ഉണ്ടായിരുന്നുവെന്നും ജനശക്തിയുള്ള അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി പറഞ്ഞിരിക്കുന്നു. തുളസീദാസിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ചരിത്രാതീത കാലം മുതൽ അവിടെ ഉണ്ടായിരുന്ന രാമക്ഷേത്രം തകർത്തുകൊണ്ടാണ് അവിടെ ഒരു നമ്മൾ ആ തർക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തകർത്ത് നമ്മൾ കോടതിയുടെ മുമ്പിലുള്ള, സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള വാദവും അതിനുശേഷം രേഖയാണല്ലോ. അതും കൂടെ ഞാൻ എടുത്തു പറഞ്ഞു. അങ്ങനെ ഹിസ്റ്റോറിക്കലി അതൊന്നും അത് നമ്മൾ ചർച്ചയ്ക്ക് ഇന്നത്തെ വിഷയം മാറിപ്പോ എവിടെ പറഞ്ഞു ശിവശങ്കർ? അതൊന്ന് വ്യക്തമാക്കൂ. അല്ല, തുളസീദാസ് എവിടെയാണ് പറഞ്ഞത്? ഏത് ഗ്രന്ഥത്തിലാണ്? അതൊന്ന് വ്യക്തമാക്കൂ. തുളസീദാസിന്റെ പേര് നിങ്ങൾ ഉപയോഗിക്കരുത്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി തുളസീദാസ് കാ സഡക് എന്നുള്ള ഏത് ഭാഗത്ത് വായിച്ചു നോക്കും. ഞാൻ പേജ് നമ്പറോട് കുറച്ച് നേരം കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ശരി, ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞുതരാം, ഒരു അല്പസമയം തരും. ഞാൻ അപ്പം പറഞ്ഞുതരാം, ഇത് തീരെ പറഞ്ഞുതരാം. അപ്പോൾ
ഇത്തരത്തിലുള്ള ചരിത്രം പിന്നെ അവിടെ ക്ഷേത്രം തകർത്താണെന്നുള്ളതിന് 100 കണക്കിന് പ്രൂഫ് ഹാസ് ബീൻ ഗിവൺ. വിഷ്ണു ഹരി ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നെന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞതില്ലേ, ASI കൊടുത്ത ഫുട്പ്രിന്റിലില്ലേ, നമ്പർ 2 ഹിന്ദു ബെൽ ഹാസ് ബീൻ ഇൻ ദ മോസ്ക് എന്ന് പറഞ്ഞ ASI കൊടുത്ത ഇതിലില്ലേ, പ്രൂഫ് നമ്പർ 3 സുപ്രീം കോടതിയുടെ ഉത്തരവ് ചരിത്രമാണല്ലോ, അത് നമുക്ക് ആർക്കും റഫർ ചെയ്യാവുന്ന ആ വിധി എടുത്ത് വായിക്കൂ. ആ വിധി ചരിത്രമാണ്. മുസ്ലിം പാർട്ടി ഞാൻ പറഞ്ഞത് ഇതെല്ലാം ASIയുടെ ഡോക്യുമെന്റിലുണ്ട്. അപ്പൊ ചരിത്രമൊന്നും മാറ്റണ്ട. ഏതായാലും ഇന്ന് രാമജന്മഭൂമി എന്നത് സത്യമായിരിക്കുന്നു. അത് കോടതി എന്താണ് പറഞ്ഞത് വിധി എന്നുള്ളത് നമ്മുടെ പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിതാക്കന്മാരെ ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് ഹിന്ദുവിന്റെ വാർത്ത തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. സാർ ഞാൻ പറഞ്ഞു കഴിയട്ടെ. അല്ല, ഞാൻ അതിനകത്ത് ഇപ്പോ നമ്മൾ അങ്ങനെ ഹിന്ദുവിന്റെ തന്നെ ദേശാഭിമാനി ഇല്ല സാർ. ഇംഗ്ലീഷിൽ പ്രിന്റ് ചെയ്യുന്ന ദേശാഭിമാനി ആരും വായിക്കാം. സുപ്രീം കോടതിയുടെ വിധി ഏതെങ്കിലും ഒരു പത്രത്തിൽ തെറ്റായിട്ട് അടിക്കാൻ പറ്റുമോ? സുപ്രീം കോടതി വിധി പറയാത്ത കാര്യം അടിക്കാൻ പറ്റുമോ? ഹിന്ദു ഞാൻ വായിച്ച പത്രത്തിൽ എന്തൊക്കെ സുപ്രീം കോടതിയുടെ വിധി ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? പത്രമല്ലാണ്ട് വേറെ ഏതെങ്കിലും വായിക്കും, ഞാൻ അംഗീകരിക്കാം. ശരി, ഏത് പത്രമായാലും സുപ്രീം കോടതിയുടെ വിധി വായിക്കാലോ. എന്തൊക്കെ സുപ്രീം കോടതി വിധിയിൽ മുസ്ലിം 2 ദിവസം മുമ്പ് മനോരമ വായിക്കട്ടെ. മനോരമയില് 4 ഘട്ടങ്ങളിലായി അവിടെയുള്ള മുസ്ലിം പള്ളിക്കേറ്റ ആഘാതം അത് വലിയ തോതിൽ നാണക്കേട് ഉണ്ടാക്കിയ കാര്യമാണ്. 1949 വിഗ്രഹം കൊണ്ടുവച്ചത് മുതൽ 1992 പള്ളി പൊളിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി സുപ്രീം കോടതി വിധിയിൽ സൂചിപ്പിച്ചിട്ട് അത് മഹാമോശം കാര്യമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ സുപ്രീം കോടതി വിധി 5 അംഗ സുപ്രീം കോടതി ബെഞ്ചിന്റെ വിധി നമുക്ക് എടുക്കാം. പത്രമൊക്കെ വിട്. ആ 5 അംഗ സുപ്രീം കോടതി ബെഞ്ചിന്റെ വിധി നമുക്കറിയാലോ, അതിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. നമ്മളിപ്പോ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഇനി അത് ഒരിക്കൽ കൂടി തർക്കിച്ചു പോണോ? സുപ്രീം കോടതി അഭിലാഷേ, ഞാൻ അതിൽ പറഞ്ഞ് ASI പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ചരിത്രത്തിൽ ഇതുകൂടി ഉണ്ട്. സുപ്രീം കോടതി വിധി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ സ്ട്രക്ചറിന്റെ അടിയിൽ ഒരു അമ്പലം ഉണ്ട് എന്ന് കണ്ടല്ലോ സുപ്രീം കോടതി ആ ഉത്തരവ് എഴുതിയിട്ടുള്ളത്. ആ ബേസിസിലല്ലോ ആ ഉത്തരവ്. നമുക്ക് അറിയാവുന്ന കാര്യമല്ല. നമ്മൾ അറിയാവുന്ന കാര്യത്തിൽ പരസ്പരം തർക്കിക്കണോ? ഈ പാനലിൽ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം സുപ്രീം കോടതി വിധി എന്താണെന്ന്. അല്ല, ഞാൻ അതല്ലല്ലോ അഭിലാഷ് പറഞ്ഞത്. അഭിലാഷ് താങ്കൾ രാഷ്ട്രീയമായി താങ്കൾ ഒരു ഡിബേറ്റർ ആണെങ്കിൽ രാഷ്ട്രീയമായി അല്ല. അരുൺകുമാർ പറഞ്ഞപ്പോൾ അതിന് ചരിത്രപരമായി ബന്ധമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അതിന് ചരിത്രത്തിന്റെ പിന്തുണയുണ്ട്. ഈ പറയുന്ന ഗുരുനാനാക്കിന്റെയും തുളസിദാസിന്റെയും കൃതികളിൽ അത് ഉണ്ട് എന്ന് കൊടുത്ത ഡോക്യുമെന്റിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഒരു ചോദ്യം ചോദിക്കാൻ അഭിലാഷ്, നമ്മുടെ വിഷയം മാറിപ്പോ. ഇപ്പൊ ഇനിയിപ്പോ അഭിലാഷ് ഞാൻ പറയുന്ന ഈ മുസ്ലിം ലീഗിന്റെയും ആളുടെ അതേ ഭാഷ കൊണ്ട് അഭിലാഷ് എന്നെ എതിർക്കുന്നത്. എനിക്ക് സമയം നിങ്ങൾ തരൂ. നിങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ വളരെ തെറ്റുകൾ പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിക്കാതെ ശരി, ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? അല്ല, ഒറ്റ സെക്കൻഡ് ഞാൻ പറയുന്നത് കേൾക്കൂ. ശ്രീ ശിവശങ്കർ, ചർച്ചയാണല്ലോ. ചർച്ചയ്ക്ക് അഭിലാഷ്, ഈ ചർച്ചയിൽ ഞാൻ പറയുന്ന വാദമുഖങ്ങൾ പറയുവാൻ പോലും അംഗീകരിക്കാതെ നിരന്തരം ഇടപെടുമ്പോൾ താങ്കളല്ലേ അതിനെ എതിർക്കണ്ടേ? താങ്കൾ എന്തിനാണ് പക്ഷം ചേരുന്നത്? ഞാൻ പറഞ്ഞത് ഗുരു നാനാക്കിന്റെ പുസ്തകത്തിൽ ഇല്ല എന്ന് അങ്ങേക്ക് തെളിയിക്കാമെങ്കിൽ ഞാൻ ഈ പണി നിർത്താം. കൊടുത്തിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ തുളസിദാസിന്റെ തുളസിദാസ് കാസ് അടക്കം എന്നുള്ള പുസ്തകത്തിൽ ജീവചരിത്രങ്ങൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ്. അല്ലല്ല, അങ്ങനെയാണോ? അപ്പോൾ അല്ലല്ല, അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ ജീവചരിത്രമൊന്നും ചരിത്രഗ്രന്ഥമായി എടുക്കാൻ പറ്റില്ല എന്നാണോ അഭിലാഷിന്റെ അഭിപ്രായം? അല്ല, നമുക്കിപ്പോ വ്യവസ്ഥാപിത ചരിത്രം എന്ന് പറഞ്ഞാൽ തെളിവുകൾ ആവശ്യമുള്ള ചരിത്ര രചന എന്ന് പറഞ്ഞാൽ തെളിവുകളോടുകൂടി ഒരു കാര്യത്തെ സമർത്ഥിക്കുന്ന ഒന്നാണ്. രാഷ്ട്രീയ നേതാക്കളുടെയോ മത നേതാക്കളുടെയോ ചരിത്ര പുരുഷന്മാരുടെയോ ജീവിതരേഖകൾ നമ്മൾ ആധികാരിക ചരിത്രമായിട്ട് എടുക്കാൻ എങ്ങനെ പറ്റുക? അതിപ്പോ ആരുടെ ജീവചരിത്രം ആയിക്കോട്ടെ, ജീവചരിത്രം അല്ല നമ്മൾ ചരിത്ര രചനയായിട്ട് കൂട്ടുന്നത്. ചരിത്രത്തിൽ തെളിവുകൾ ആവശ്യമില്ലേ? നമ്മൾ സുപ്രീം കോടതി കോടതിയിൽ വന്നിട്ടുള്ള റിപ്പോർട്ടും സുപ്രീം കോടതി അതിന്മേൽ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളും സുപ്രീം കോടതി വിധിയും ഇവിടെ പരാമർശിച്ചു. ശരി, ഞാൻ തർക്കം ഞാൻ ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് മാറ്റാം. ചേർത്ത് പറയണം. ഞാൻ താങ്കളുടെ അവസരത്തിൽ താങ്കളിലേക്ക് വരാം. ശ്രീ ശിവശങ്കർ, അല്ല ഒരു മിനിറ്റ് അല്ലല്ല, എനിക്ക് അവസരം കിട്ടിയില്ല. അല്ലല്ല, അത് ശരിയല്ല. ഇനി വേറെ ചരിത്രം തന്നെ പറയാം. ഈ
ഹാഗിയ സോഫിയയിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെയൊക്കെ ഏത് ചരിത്രബോധത്തെയാണ് നിങ്ങളെ നിശബ്ദം വെച്ചുകൊണ്ടിരുന്നത്? ഹാഗിയ സോഫിയയിലെ ക്രിസ്ത്യൻ പള്ളി അത് തകർത്തുകൊണ്ട് അതൊരു മുസ്ലിം ദേവാലയമാക്കിയപ്പോൾ നിശബ്ദമത്തല്ലേ നിങ്ങൾ അതിനെയൊക്കെ വ്യാഖ്യാനിച്ചത്? നിങ്ങളൊക്കെ മിണ്ടാതിരുന്നില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയമാണ് അഭിലാഷ്, നിങ്ങൾക്ക് വോട്ടിന് ഭയമാണ്, നിങ്ങൾക്ക് ഭയമാണ് അഭിലാഷ്. അതിനെതിരെ പറഞ്ഞാൽ സത്യമായി പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവനെ സംഖ്യയാക്കുന്നു എന്നുള്ളതല്ലേ ഇവിടെ? നിങ്ങൾക്ക് കൈവെട്ടുമോ എന്നുള്ള ഭയമാണ്, നിങ്ങൾക്ക് തല പൊട്ടുമോ എന്നുള്ള ഭയമാണ്. ചരിത്രത്തെ സത്യത്തിനോട് അടുത്ത എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അവരെ സംഖ്യയാക്കുന്നു. അതല്ലേ സത്യം. അതുകൊണ്ടല്ലേ ചിത്രത്തിൽ അനുഭവിക്കേണ്ടി വന്നത്, അതുകൊണ്ടല്ലേ സത്യത്തിന്റെ അടുത്തുകൂടെ പോയപ്പോഴേക്കും ശശി തരൂരിന് അനുഭവിക്കേണ്ടി വരുന്നത്. ഒരു വ്യക്തിക്ക് മതബോധം പറയുവാൻ, അവന്റെ മതത്തെ വിശ്വസിക്കുവാൻ, അവന്റെ ഇഷ്ടമുള്ള അത് ട്വീറ്റ് ചെയ്യുവാൻ അധികാരമില്ലാതാക്കുന്നു നിങ്ങൾ. അവിടെയാണ് ഇവിടെ നമുക്ക് സത്യത്തിൽ ഭരണാധികാരത്തെ ചോദ്യം ചെയ്യുന്നത്, ഭരണഘടനയെ തകർക്കുന്നത് നിങ്ങളാണ് അഭിലാഷ്. അതാണ് സത്യം. അത് ശരി, ഭരണഘടനയെ കുറിച്ച് ആരാണ് എന്താണ് പറയുന്നത്? ഞാൻ എന്തായാലും ഭരണഘടനയെ എല്ലാ തരത്തിലും ഉയർത്തിപ്പിടിക്കാൻ മാത്രമേ ഉള്ളൂ. തുർക്കിയിൽ എന്താ സംഭവിച്ചു? ഒരു വ്യക്തിക്ക് അവന്റെ മതത്തെ കുറിച്ച് പറയാൻ അധികാരമില്ലെങ്കിൽ അതൊരു മതരാഷ്ട്രമായപ്പോൾ അത് എങ്ങനെ വീണ്ടും പള്ളിയായി എന്നതിന്റെ അതേ ഉദാഹരണമാണ് ഒരു സെക്യുലർ രാഷ്ട്രമായിരുന്നത്. താങ്കളുടെ താരതമ്യം ശരിയാണ്. ഹഗിയ സോഫിയ തുർക്കിയിൽ ഒരു സെക്യുലർ ഭരണകൂടം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു? പിന്നീട് എർദോഗന്റെ മതഭരണകൂടം വന്നപ്പോൾ എന്തായിരുന്നു? അതുപോലെ തന്നെയാണ് ബാബറി മസ്ജിദിന്റെ കാര്യം ഇന്ത്യയിലും. താങ്കൾ പറഞ്ഞതൊക്കെ ശരിയായ സമീകരണമാണ്. എനിക്ക് ഇക്കാര്യത്തിലൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല. അല്ല അത് നേരത്തെ അല്ലല്ല, ഒരു മിനിറ്റ്, അത് നേരത്തെ പറഞ്ഞ മറ്റേ രാമൻ നായർ വീടെടുത്തല്ലേ, രാമൻ നായരുടെ അച്ഛന്റെ വീട് തകർത്തെടുത്ത കുടുംബത്തിലാണ് ഇവർ താമസിക്കുന്നത് എന്നാ പറയേണ്ടിരുന്നത്. ഒരു കണക്ക് പറഞ്ഞല്ലോ, രാമൻ നായർ എന്റെ വീട് തല്ലിക്കറിച്ചു, സുപ്രീം കോടതി വിധി വന്നു. രാമൻ നായരുടെ അച്ഛന്റെ വീട്ടിൽ വേറൊരു വിഭാഗം തല്ലിക്കരുത്തി അവരുടെ വീടുണ്ടാക്കി. അവിടെയാണ് സത്യം. അതാണ് 11 ചരിത്രപരമായി അതിന് സത്യമുള്ളതുകൊണ്ടാണ് സുപ്രീം കോടതി വിധിച്ചത്. അല്ലല്ല, സുപ്രീം കോടതി ഉത്തരവ് എനിക്ക് തർക്കിക്കാൻ സമയമില്ല. സുപ്രീം കോടതി ഉത്തരവ് പൊതുരേഖയാണ്. അക്ഷരാഭ്യാസമുള്ള ആർക്കും സുപ്രീം കോടതി ഉത്തരവ് വായിക്കാം. ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നത്. അഭിലാഷ്, ഓക്കെ, ശ്രീ നൗഷാദ് അലി, ഇവിടെ ഇപ്പോ നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ച് എടുക്കാൻ കഴിയുന്ന പൊസിഷൻസ് ഉണ്ട്. ചരിത്രത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞു കോൺഗ്രസിൽ ധാരാളം ധാരകളുണ്ട്. ശരിയാണ്, താങ്കൾ പറഞ്ഞ ധാരകളൊക്കെ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു സവിശേഷമായ ഘട്ടമാണ്. രാഹുൽ ഗാന്ധി ആസാമിൽ തെരുവിലിറങ്ങി നടക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ബുദ്ധിമുട്ടുണ്ടാകുമാറ് പ്രതിരോധിക്കപ്പെടുകയോ തടയപ്പെടുകയോ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ശശി തരൂരിനെ പോലെ ഒരാൾ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ അവരുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ, ബി.ജെ.പിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആയിരുന്നു രാം മന്ദിർ. അത് നിറവേറ്റപ്പെട്ട ദിവസം അതിന്റെ ചിയർ ലീഡറായി അതിന്റെ വീരസ്യം പറച്ചിലേക്ക് എങ്ങനെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് പോകാൻ കഴിയുക എന്നുള്ളത് മൗലികമായ ചോദ്യമാണ്. അതിപ്പോൾ ആരെയും സംഘി ചാപ്പ കുത്തുന്നതോ അല്ലാതാക്കുന്നതോ ഒന്നുമല്ല. അടിസ്ഥാന രാഷ്ട്രീയം വേണ്ടേ ഒരാൾക്ക്? അഭിലാഷിൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പേ ഇവിടെ കുറേ ആളുകൾ ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാനൊരു 1 മിനിറ്റ് കൊണ്ട് ഒരു ചരിത്രം പറയാം. അഭിലാഷ്, ഇവിടെ 11ാം നൂറ്റാണ്ട് തൊട്ട് ഇന്ത്യ രാജ്യത്ത് ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചു. അതിൻ്റെ അവസാനം 2.5 നൂറ്റാണ്ട് കാലം മുഗളന്മാർ ഭരിച്ചു. ഈ നീണ്ട 700-800 വർഷക്കാലം ഈ രാജ്യത്ത് ഒരു വർഗീയ കലാപം പോലും നടന്നിട്ടില്ല. ഹിന്ദുവും മുസ്ലിമും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ചു. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തല്ലിക്കാതെ ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി 1842 അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന എഡ്വേർഡ് ലാ എലൻബർഗ് ഇന്ത്യ രാജ്യത്തിന്റെ ഈ സുൽത്താനേറ്റ് മുഗൾ ഭരണത്തെ വർഗീയമാക്കാൻ ഈ ഭരണത്തെ വർഗീയമാക്കാൻ സ്മിത്തിനെയും എലിയട്ടിനെയും എൽഫിൻസ്റ്റനെയും കൊണ്ടുവന്നു. സ്മിത്ത്, എലിയട്ട്, എൽഫിൻസ്റ്റൺ അവരെഴുതി വെച്ചു എല്ലാ കാലവും ഹിന്ദു മുസ്ലിം കലാപത്തിന് ഉതകുന്ന രീതിയിൽ ഇതിനെ മാറ്റി. ഇവിടെ ഹിന്ദു നാട്ടുരാജ്യം മറ്റൊരു ഹിന്ദു നാട്ടുരാജ്യത്തെ ആക്രമിച്ചാലും ക്ഷേത്രങ്ങളിൽ പോകും, അവിടെയാണ് സമ്പത്ത് സൂക്ഷിച്ചത്.
അതൊരു മുസ്ലിം രാജാക്കന്മാർ അങ്ങോട്ട് പോകുമ്പോൾ അതിനെ വർഗീയമാക്കി എഴുതി വെച്ചതിൻ്റെ ഫലം 1850 ശേഷം ഈ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടായി. 1900 ആദ്യ പകുതിയിൽ ബംഗാള് മതകീയമായി വിഭജിച്ചു. 1947 ഇന്ത്യ മതപരമായിട്ട് വിഭജിച്ചു. ഈ കെട്ട പ്രത്യയശാസ്ത്രം ദുഷിച്ചതാണെങ്കിലും പ്രഹരശേഷിയുള്ളതാണ് എന്ന് ഇവിടുത്തെ സംഘപരിവാരം മനസ്സിലാക്കിയപ്പോൾ അവരതിനെ മാറോട് പുണർന്നുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ തമ്മിത്തല്ലിച്ചുകൊണ്ട് ഇന്നും മുന്നോട്ട് പോവുകയാണ്. ആ ചരിത്രം പേറുന്ന ആളുകളൊക്കെയാണ് ഇവിടെ വന്നിട്ട് പച്ച നുണ പറയുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ 3-ാം നൂറ്റാണ്ട് തൊട്ട് 9-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ബുദ്ധവിഹാര കേന്ദ്രങ്ങളായിരുന്നു എങ്ങും. ഇന്നൊരു ഭസ്മം പോലും അവശേഷിക്കാതെ അത് തൂത്തു തുടച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാം, അത് കഴിഞ്ഞിട്ടുള്ള കാരണങ്ങൾ അന്വേഷിക്കാം, അതിൻ്റെ മുമ്പ് BC കാലങ്ങൾ അന്വേഷിക്കാം. ഇത്തരത്തിൽ കൊടുക്കൽ വാങ്ങലും പകയുമല്ല സുഹൃത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ. ചരിത്രത്തിൽ നിന്ന് ഗുണപാഠങ്ങളാണ് ഉൾക്കൊള്ളേണ്ടത്. അതിന് സന്മനസ് വേണം. അതിനെ വളച്ചു കെട്ടി അധികാരത്തിൻ്റെ ഗിരിശൃംഗങ്ങളിലേക്ക് ഗോവണി പണിയാമെന്നാണ് സംഘപരിവാറിൻ്റെ ഉദ്ദേശം. അത് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാലം വരുമ്പോൾ നിങ്ങൾ താഴേക്ക് ഇറങ്ങിക്കൊള്ളും എന്നുള്ളത് മാത്രമാണ് ഇതിലെ സമാധാനം. പിന്നെ അഭിലാഷ, ഇവിടെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇന്നലെ ആക്ഷേപം വലിയ തോതിൽ ഉന്നയിച്ചിരുന്നു ഇവിടുത്തെ CPM-കാർ. അവർ പറഞ്ഞു ഇവിടെ രാഹുൽ ഗാന്ധി ക്ഷേത്ര ദർശനത്തിന് ശ്രമിച്ചു എന്ന്, രാഹുൽ ഗാന്ധി ഹനുമാന്റെ വേഷം കെട്ടാൻ ശ്രമിച്ചു എന്ന്. ഈ ക്ഷേത്രങ്ങളും ഹനുമാനും രാമനും മഹാഭാരതവും കൃഷ്ണനും ഒക്കെ ഇവിടുത്തെ BJP-കാരൻ്റെ കുത്തകയോ അവരുടെ സ്വത്തോ ഒന്നുമല്ല. അവർ ഭക്തി കാപഢ്യത്തിലൂടെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ യഥാർത്ഥ ഭക്തന്മാർക്ക് അവയൊക്കെ നിർമ്മലമായ മനസ്സോടുകൂടി സമീപിക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവുമുണ്ട്. ശശി തരൂരിൻ്റെ പ്രവൃത്തി നിങ്ങൾ ആ ഗണത്തിൽ മാത്രം കൂട്ടിയാൽ മതി. പിന്നെ ഇവിടെ ബാബരി മസ്ജിദ് പൊളിച്ച് ചരിത്രം മ്യൂസിയം ആക്കണം, സ്മാരകമാക്കണം എന്നൊക്കെ പ്രസംഗിച്ച EMS-ന്റെ പാർട്ടിക്കാരൊക്കെ ഓന്ത് നിറം മാറും പോലെ ഓരോ കാലത്തിനനുസരിച്ച് ഓരോ വാദങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നതിനൊന്നും പ്രത്യേകിച്ച് ഒരു മറുപടിയില്ല. കേരളം എന്ന ഇട്ടാവട്ടത്തിനുള്ളിലെ മതനിരപേക്ഷ വോട്ടല്ല ഞങ്ങളുടെ ലക്ഷ്യം. അന്ന് പത്രത്താളുകളിൽ മതനിരപേക്ഷ വോട്ടല്ല. ഇതേ മാതൃഭൂമി പത്രത്തിലാണ് ആ വാർത്ത വന്നത്. നിങ്ങൾ 1000 തവണ നിഷേധിച്ചാലും ആ വാർത്ത നിഷേധിക്കാൻ പറ്റില്ല. പ്രഖ്യാപിത നിലപാടായിരുന്നു. ഏത് ഇവിടെ മാതൃഭൂമിയുടെ വാർത്തയാണ് EMS-ന്റെ പ്രഖ്യാപിത നിലപാടാണ് എല്ലാ കാലത്തും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു നിലപാടില്ല സുഹൃത്തെ. നിങ്ങൾക്ക് ഒരു കാലത്തും ഒരു നിലപാടില്ല. നിങ്ങൾക്ക് ഈ കേരളത്തിലെ മതനിരപേക്ഷ വോട്ട് കിട്ടാൻ നിങ്ങൾ ഭരിച്ചാലും കേരളത്തിലെ വാണാൽ മതി. അതിനപ്പുറത്തുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാട് നിങ്ങൾക്കില്ല. ഒരു വ്യക്തിപരമായ ആരോപണത്തിലേക്ക് കടന്നിട്ടില്ല. ശശി തരൂരിനെയും രാഹുൽ ഗാന്ധിയെയൊക്കെ തരാതരം പോലെ ഇവിടെ വർഗീയതയുടെ തൊഴിലുകൊണ്ടുപോയി കിട്ടുന്ന ഏത് ഫാസിസത്തിനെതിരെ എനിക്കത് മനസ്സിലാവുന്നില്ല എന്നെല്ലാം പറഞ്ഞ വ്യക്തിയെ ന്യായീകരിക്കുകയാണ്. ശരി, ഞാൻ വരാം, അങ്ങയിലേക്ക് വരാം. A.A. റഹീം പറയുകയാണ് രാഹുൽ ഗാന്ധി ഹനുമാന്റെ വേഷം കെട്ടിയ വർഗീയത പോവില്ല എന്ന്. സുഹൃത്തെ, ഹനുമാൻ ഒന്നും BJP-യുടെ സംഘപരിവാറിന്റെ കുത്തകയല്ല. അതൊക്കെ മതം മനുഷ്യനുമായിട്ടുള്ള കറുപ്പ എന്ന് പറയുന്ന നിങ്ങൾക്ക് അതിനോടൊക്കെ അസ്പൃശ്യത ഉണ്ടാകും. ഇസ്ലാമിനോടും ഒരു ദൈവവും ആരുടെയും കുത്തകയല്ല. ഒരു ദൈവവും ആരുടെയും കുത്തകയല്ല. എന്റെ മതം എന്റെ രാഷ്ട്രീയത്തിലോ എന്റെ രാഷ്ട്രീയം എന്റെ മതത്തിലോ ഇടപെടരുത്, രണ്ടും രണ്ടായി നിൽക്കണം എന്നാണ് ഈ രാഷ്ട്രത്തിന്റെ പിതാവെന്ന് നമ്മൾ ബഹുമാനിക്കുന്ന മഹാത്മാഗാന്ധി പറഞ്ഞത്. മതം മതത്തിന്റെ സ്പേസിലും രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ സ്പേസിലും, ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം മുഴുവൻ. അപ്പോൾ അതിൽ ആരെ അനുകരിക്കുന്നു എന്നുള്ളതിൽ കാര്യമില്ല. പക്ഷെ ഷാഫി ചാലി, എൻ്റെ ഈ കാര്യത്തിലെ പ്രശ്നം, ഇപ്പോൾ ഒരു രാഷ്ട്രം അമ്പലമല്ല പള്ളി പണിയാണെന്ന് വിചാരിച്ചോളൂ. രാഷ്ട്രം പള്ളി പണിയുകയും രാഷ്ട്രത്തിന്റെ നേതാവ് അതിന്റെ കാർമ്മികനായി നിൽക്കുകയും ചെയ്താൽ അതൊരു മതരാഷ്ട്രമാണ്. തിരിച്ച് ക്ഷേത്രം ഒരു ഭരണാധികാരിയുടെ കാർമ്മികത്വത്തിൽ ഭരണാധികാരിയുടെ അദ്ദേഹത്തിന്റെ എന്താ പറയുക നേട്ടമായി വരികയാണ്. സ്റ്റേറ്റ് ഒരു ക്ഷേത്രം പണിത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ജവഹർലാൽ നെഹ്റു പണ്ട് സോമനാഥ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ സ്റ്റേറ്റ് ഇതിനകത്ത് നിന്ന് മാറി നിൽക്കുക, വിശ്വാസികൾ അമ്പലമോ പള്ളിയോ ഒക്കെ അവരുടെ ഇഷ്ടത്തിൽ ഉണ്ടാക്കിക്കൊള്ളുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ സ്വീകരിക്കേണ്ട സമീപനം. അതിനപ്പുറത്തേക്ക് ഭരണകൂടങ്ങൾ പോകുമ്പോഴാണ് അതൊരു മതരാഷ്ട്ര സ്വഭാവമുള്ള കാര്യമായി മാറുന്നത്. ഈ കാര്യത്തിലൊക്കെ ക്രിസ്റ്റൽ ക്ലാരിറ്റി ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ഒക്കെ ഉണ്ടാവേണ്ടതല്ലേ? അക്കാര്യത്തിൽ അതാത് മണ്ഡലങ്ങളിലെയോ അതാത് സ്ഥലത്തെയോ രാഷ്ട്രീയ നേട്ടം അനുസരിച്ച് ഇവിടുത്തെ വോട്ട് എങ്ങനെ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമുണ്ട്. ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ്, ഈ ചടങ്ങിലേക്ക്
ഓരോരുത്തരെ ക്ഷണിക്കുന്നു. അതിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശങ്കരാചാര്യർ സ്ഥാപിച്ച 4 മഠങ്ങളിലെ ശങ്കരാചാര്യന്മാർക്ക് ക്ഷണം കിട്ടുന്നു. അവരതിനോട് നടത്തിയൊരു പ്രതികരണം, ആ പ്രതികരണത്തോടു കൂടി ഇന്ത്യ രാജ്യത്ത് മറ്റൊരു വിഭജനം ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആരാണ് ശങ്കരാചാര്യന്മാർ? അതൊന്നും പറയാൻ എന്നെ സമ്മതിക്കില്ല. നിങ്ങൾ AD 788 അദ്ദേഹം ജനിച്ചത്. നമ്മുടെ കേരളത്തിലെ കാലടിയിലാണ്. ആ സ്ഥലത്തേക്ക് ഈ BJP-ക്കാർ ഇതുവരെ പോയി നോക്കിയിട്ടില്ല. ആ കാലത്ത് AD 788 ജനിച്ച ശങ്കരാചാര്യരാണ് ഈ രാഷ്ട്രത്തിൻ്റെ അഷ്ടദിക്കുകളിലും ഈ അദ്വൈത ശാസ്ത്രത്തെ എന്താണ് സ്ഥാപിച്ചത്. നമ്മൾ സ്കൂളിലെ പാഠപുസ്തകത്തിൽ നമ്മളോട് ചോദ്യമുണ്ട്, ഈ സനാതന മൂല്യങ്ങളുടെ അദ്വൈത സിദ്ധാന്തത്തെ രാഷ്ട്രത്തിൻ്റെ അഷ്ടദിക്കുകളിലും എത്തിച്ചവരുടെ പേരെന്ത്? നമ്മൾ ഉത്തരം എഴുതി ശങ്കരാചാര്യർ. ആ ശങ്കരാചാര്യരുടെ കീഴിലാണ് സർവസംഖ്യ പരിത്യാദികളായ സന്യാസ സമൂഹം വന്നത്. അവരാണ് പറയുന്നത് ഞങ്ങൾ അങ്ങോട്ടേക്കില്ല. എന്തുകൊണ്ട്? ഒന്ന്, ഇതിന് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് അതിന് അവകാശമില്ല. അത് അതിൻ്റെ പിന്നെ എന്താണ് അതിൻ്റെതായ ആളുകൾക്കാണ്. രണ്ടാമത്തെ, അത് രാഷ്ട്രീയവൽക്കരിക്കുന്നു. അതോടുകൂടി ഹിന്ദു മതത്തിൻ്റെ മതപരമായ കാര്യത്തിൽ വിധി പറയാൻ BJP-യെക്കാളും അവകാശമുള്ളത് ഈ മഠങ്ങൾക്കാണ്. ഈ 4 മഠങ്ങളാ. ഈ 4 മഠങ്ങൾക്ക് കീഴിലാണ് എന്തു വരുന്നത്? എല്ലാ സ്വാമിമാരും. എത്രയോ നമുക്കറിയാം, കുറേ തീർത്ഥങ്ങൾ, തമോവനം, തീർത്ഥാടനം, ഗിരി, പുരി എന്നൊക്കെ പറഞ്ഞ് നടക്കേണ്ട കുറേ ആളുകളിവിടെ. ഇത് ഇപ്പം സുരേഷ് ഗോപിൻ്റെ കല്യാണത്തിന് പ്രധാനമന്ത്രി വന്നു. പക്ഷേ അവിടുത്തെ കർമ്മം ചെയ്താരാ? ഒരു നമ്പൂതിരിയാ. അതോടുകൂടി ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞു തീരട്ടെ, ഞാനൊന്ന് പറയട്ടെ. അതായത് പുച്ഛമുണ്ടല്ലോ. ഞാൻ തിരിച്ചു പറയാം. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞല്ലോ. ഒരു മിനിറ്റ് ശങ്കരാചാര്യരുടെ വലിയ ആരാധകരെ ഞാൻ പറഞ്ഞപ്പോഴും പറഞ്ഞല്ലോ, നിങ്ങൾ ശങ്കരാചാര്യ ആരാധന. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ശങ്കരാചാര്യരുടെ ശിഷ്യൻ പുരി എന്നൊക്കെ വേണമെന്ന് റിപ്പീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അഭിലാഷ് അങ്ങനെ ശരിയെന്നറി പോലെ ശങ്കരാചാര്യന്മാര് അങ്ങോട്ട് BJP-ക്കാരെ തടസ്സപ്പെടുത്തിയാൽ എന്റെ ബൈക്ക് പിടിച്ച് വാങ്ങരുത്. ചിദാനന്ദപുരി, അതേപോലെ ഒരു മിനിറ്റ്. ശരി, അല്ല ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. തുളസീദാസ് ഇത് നിങ്ങൾക്ക് പൊള്ളും. ശരി, അല്ല നിങ്ങൾ അത് മനസ്സിലായി. 4 ശങ്കരാചാര്യന്മാരുടെ ഈ 4 മഠമാണ് ഇനി വിളിക്കുക. അത് മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടാണ് ചിത്ര പ്രശ്നമായത്. ഹൈന്ദവ മതത്തിന്റെ കാര്യം പറയാൻ യോഗ്യർ ഈ പീഠങ്ങളാണ്, ഇവരല്ല. അതുകൊണ്ടാണ് ചിത്രക്കെതിരെ ആക്രമണം ഉണ്ടായത്. കാരണം ഹിന്ദു മതവിശ്വാസികൾ ഏറ്റവും കൂടുതൽ മതത്തിന്റെ ആധികാരിക പറയാൻ ഇവരെയാണ് കാണുന്നത്. ഇവരങ്ങോട്ടേക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വരിക, വെളുക്കെത്തിക്കുക എന്ന് പറയുന്നത് ഹിന്ദു മതത്തിനെതിരാണ് എന്ന രീതിയിലാണ് ചിത്രവേട്ട. മതപരമായ കാര്യങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പ്രസക്തി? ഇപ്പോ ഞാൻ പറഞ്ഞതല്ല. ഇപ്പൊ ശങ്കരാചാര്യന്മാരുടെ പ്രശ്നം എന്താ? ശങ്കരാചാര്യന്മാര് അങ്ങോട്ടേക്കില്ല. അല്ല, ശങ്കരാചാര്യന്മാർ അങ്ങോട്ടേക്കില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അതിപ്പോ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി എടുക്കുന്ന പൊളിറ്റിക്കൽ പൊസിഷൻ ആയതുകൊണ്ടാണോ? പള്ളി പൊളിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്, അതുകൊണ്ട് അങ്ങോട്ടേക്കില്ല എന്നാണോ ശങ്കരാചാര്യന്മാർ പറഞ്ഞത്? അല്ലെങ്കിൽ രാമക്ഷേത്ര നിർമ്മാണത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല, ഈ സൈറ്റിൽ രാമക്ഷേത്രം വേണ്ട എന്ന് പറഞ്ഞിട്ടാണോ? ഒന്നുമല്ല. അവരെന്താ പോവാത്തത്? ഇതിന്റെ ഇത് പൂർത്തിയായിട്ടില്ല എന്ന് പറയുന്നു. ഇതിന്റെ മുഖ്യ കർമ്മിയായിട്ട് നിൽക്കേണ്ടത് ഇവരൊന്നും അല്ല, മോദി അടക്കമുള്ള ആളുകളല്ല, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. ഇത്തരം മതവിഭാഗങ്ങളോ അല്ലെങ്കിൽ മതപീഠങ്ങളോ ഒക്കെ അവരുടെ നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരിപ്പോ മുസ്ലിം സമുദായത്തിൽ റിലീജിയസ് ഓർത്തഡോക്സി ഉള്ളതുപോലെ ഹിന്ദു സമുദായത്തിലും ഉണ്ട്. അവർക്ക് അവരുടെ ധർമ്മശാസ്ത്രപരമോ അല്ലെങ്കിൽ എന്താ പറയാ മതശാസ്ത്രപരമോ ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അല്ലാതെ കോൺഗ്രസോ CPM ഒക്കെ എടുക്കുന്ന പോലെയുള്ള പൊളിറ്റിക്കൽ പൊസിഷൻ അല്ല ഈ പറഞ്ഞ ശങ്കരപീഠങ്ങൾ എടുത്തിട്ടുള്ളത്. അവർക്ക് അത്തരത്തിലുള്ള യാഥാസ്ഥിതികമായ നിലപാട് എല്ലാ കാലത്തും ഉണ്ട്. ശ്രീ ഷാഫി ചാലിയം, ഒരു മിനിറ്റ്. അതെ, ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ അങ്ങനെ കാണാണ് നിങ്ങളത് ശ്രമിക്കുന്നത്. അവിടെയാണ് ഇതിന് കുഴപ്പം വരുന്നത്.
കാരണം ശങ്കരാചാര്യന്മാർ ഹിന്ദു മതത്തിന്റെ മതവിധി പറയാൻ അധികാരപ്പെട്ടവരാണ്. അവര് പറയുന്നു ഞങ്ങൾ അങ്ങോട്ടേക്കില്ല. കാരണം എന്താ? അതുകൊണ്ടാണോ അവിടെ പറഞ്ഞത്? ഇത് ശങ്കരാചാര്യന്മാർ പറഞ്ഞതുകൊണ്ടാണോ? ഒന്ന് പറയ നിങ്ങളെ ഉടനീളം ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ല, നിങ്ങൾ ഇങ്ങനെ എന്റെ സമയത്തെ മുഴുവൻ തല്ലുകയാണെങ്കിൽ ഞാൻ ചർച്ചക്കില്ലേ? അല്ല, എനിക്ക് മനസ്സിലായില്ല. ശങ്കരാചാര്യർ പറഞ്ഞതുകൊണ്ടാണോ കോൺഗ്രസ് പോവാതിരുന്നത്? ഞാൻ എന്താണ് ഞാൻ ഉയർത്തിയത്? എന്താ ശങ്കരാചാര്യന്മാരുടെ സ്റ്റേറ്റ്മെന്റ് വന്നോടുകൂടി ഇന്ത്യയിൽ ഒരു പുതിയ പോളറൈസേഷൻ വന്നിരിക്കുന്നു. ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല. ഈ ശങ്കരാചാര്യന്മാരെ അംഗീകരിക്കുന്ന ഹിന്ദുക്കളും ഈ അഗ്രസീവായി കിടക്കുന്ന ഹിന്ദുത്വയും തമ്മിലുള്ള വലിയൊരു സംഘടനത്തിന്റെ പോർക്കളം ഇന്ത്യയിൽ തുടങ്ങിയിരിക്കുന്നു. ഇനി ബാബരി മസ്ജിദ് അല്ല പൊളിക്കുക, ഇനി പൊളിക്കാൻ പോകുന്ന ഈ 4 മഠങ്ങളായിരിക്കും. അവിടേക്കാണ് BJP പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഹിന്ദു മതത്തിന്റെ മതവിധി പറയാനുള്ള അവകാശം BJPക്കാണോ ഈ മഠാധിപതികൾക്കാണോ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ പറയട്ടെ, ഇസ്ലാമിലെ മതവിധി പറയേണ്ട ആരാ? ഞങ്ങളെ രാഷ്ട്രീയക്കാരല്ല. അതിന് ജിഫ്രി മുത്തുക്കോയ തങ്ങളും പണ്ഡിതന്മാർ ഇടപെടുമ്പോഴുള്ള പ്രശ്നം നോക്കൂ. പണ്ട് കോൺഗ്രസ്, ഒരു നൂറ്റാണ്ട് മുമ്പ് കോൺഗ്രസ് അയിത്തോച്ചാടന സമരം പ്രഖ്യാപിച്ചു. അയിത്തം ഉച്ചാടനം ചെയ്യണമെന്ന് മഹാത്മാഗാന്ധിയും കോൺഗ്രസ് നിലപാടെടുത്തു. അന്നേരം ഈ അയിത്തോച്ചാടനത്തിനെതിരെ അന്നത്തെ ശങ്കരപീഠങ്ങൾ, താങ്കൾ ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണത്തിന് നിലപാടെടുത്തു എന്ന് പറഞ്ഞ ഈ ശങ്കരപീഠങ്ങളില്ലേ, അന്നത്തെ ശങ്കരാചാര്യന്മാരെ എതിർത്തു. അയിത്തം ആചരിക്കുക എന്ന് പറയുന്നത് മതവിധിയാണെന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. മഹാത്മാഗാന്ധിയെ നോൺ ഹിന്ദു ആയിട്ട് പ്രഖ്യാപിക്കണം, മഹാത്മാഗാന്ധിയെ ഹിന്ദു അല്ലാതായി ഒരു ഡിക്ലറേഷൻ നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് അന്നത്തെ ശങ്കരാചാര്യന്മാർ. അവർ മതപരമായ യഥാസ്ഥിതിയിൽ നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് അവരുടേതായ കാരണങ്ങളാൽ നിലപാടുകൾ ഉണ്ടാവും. മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ശങ്കരാചാര്യർ പോയിട്ടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളും പോകുന്നില്ല, ശങ്കരാചാര്യന്മാരുടെ നിലപാടല്ലേ ശരിയായ നിലപാടെന്നൊന്നും പറയരുത്. നിങ്ങൾക്ക് പൊളിറ്റിക്കൽ പൊസിഷൻ വേണം, അതിൽ ക്ലാരിറ്റി വേണം. ഒരു മതരാഷ്ട്രമല്ല, സെക്കുലർ രാഷ്ട്രമാണ്. സെക്കുലർ രാഷ്ട്രത്തിൽ രാഷ്ട്രം അമ്പലം പണിയണ്ട, അതൊക്കെ വിശ്വാസികൾ പണിയട്ടെ. അതിന് കാർമ്മികരായി പോയി പ്രധാനമന്ത്രി, മന്ത്രിമാരും സർക്കാർ സംവിധാനം ആകെ നിൽക്കരുത് എന്നുള്ള നിലപാടെടുക്കണം. അതല്ലാതെ ശങ്കരാചാര്യർ എന്തു പറഞ്ഞു, വേറെ പണ്ഡിതന്മാർ എന്തു പറഞ്ഞു എന്നുള്ളതൊന്നും രാഷ്ട്രീയ പാർട്ടികളുടെ കൺസിഡറേഷൻ ആകരുത്. ശ്രീ ഷാഫി ചാലിയം, നിങ്ങൾ ഈ വിഷയത്തെ നിങ്ങൾ വേറെ ലെവലിലേക്ക് മാറ്റുകയാണ്. ഞാൻ പറഞ്ഞത് എന്താ, ശങ്കരാചാര്യന്മാര് എത്ര കൊല്ലം മുമ്പ് ഈ RSSഉം വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു മഹാസഭയൊക്കെ 1925 തൊട്ട് ആരംഭിക്കുക. അതുവരെ ഈ നാട്ടിലെ ഒരു ഹൈന്ദവതയെ, ഈ സനാതന മൂല്യത്തെ, ഈ അദ്വൈത ശാസ്ത്രത്തെ അനാദികാലം തൊട്ട് ഈ രാജ്യത്ത് മുഴുവൻ കൊണ്ടു നടക്കുകയും പ്രചരിപ്പിക്കുകയും അതിൻ്റെ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഈ പീഠങ്ങൾ, അവിടുത്തെ സന്യാസിമാർ അവരെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെന്തു പറയുന്നു, ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ഇവരെന്ത് ചെയ്യുന്നു, രാഷ്ട്രീയക്കാർ ഹൈജാക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന ആ നിലപാടുണ്ടല്ലോ, അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ടീം വന്നിരിക്കുന്നു. ഈ ആരാ ശങ്കരാചാര്യൻ എന്ന് ഇവർ ചോദിക്കും. ഏത് ശങ്കരൻ എന്ന് ചോദിക്കുന്നതിലേക്ക് ഈ 4 മഠങ്ങൾക്കെതിരെ. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ആഗിയ സോഫിയന്റെ മുകളിൽ കോടതി വിധിയാ. ഇസ്താംബുൾ സുപ്രീം കോടതിയുടെ വിധി വായിച്ചു നോക്കിയാൽ അറിയാം. അത് ഒരു ഒട്ടോമൻ രണ്ടാമന്റെ കാലത്ത് തുർക്കി പിടിച്ചടക്കിയപ്പോൾ ആഗിയ സോഫിയെ പറ്റി കളവ് പ്രചരിപ്പിക്കരുത്. നിങ്ങൾ വെറുതെ അനാവശ്യമായി CPM-കാരും ഒട്ടോമൻ രണ്ടാമന്റെ കാലഘട്ടത്തിൽ തുർക്കി പിടിച്ചടക്കിയപ്പോൾ ആഗിയ സോഫിയ അതിൽപ്പെട്ടു. എന്നാൽ ആഗിയ സോഫിയ ഇത് തന്നെയാണ് ബാബർ കീഴടക്കിയ സമയത്ത് ഗ്രീക്ക് ഓർത്തഡോക്സ് അല്ല നിങ്ങളും കളവ പറയണേ. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിയ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് വിലക്ക് വാങ്ങിയ രേഖകൾ ഇസ്താംബുൾ സുപ്രീം കോടതിയുടെ ഭരണകൂടം, കമാൽ പാഷയുടെ ഭരണകൂടം 1940 അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ആ പള്ളി മ്യൂസിയമാക്കി. ഈ രാജ്യത്ത് ക്രിസ്ത്യൻ ക്ഷേത്രത്തെയല്ല,
പറയൂ, ഈ രാജ്യത്തിന് ഒരു മതമില്ല, ഭരണകൂടത്തിന് മതമില്ല, ഭരണകൂടത്തിന് മതപരമായിട്ടുള്ള ചായ്വും പാടില്ല. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വർഷങ്ങളെടുത്ത് ചർച്ച ചെയ്ത് ഒരു മതനിരപേക്ഷ രാജ്യമായി നമ്മുടെ രാജ്യത്തെ അംഗീകരിച്ചത് ഏതു മതത്തിലുള്ളവർക്ക് വിശ്വസിക്കാനും ആ വിശ്വാസത്തെ പ്രചരിപ്പിക്കാനും അധികാരമുണ്ട്. പക്ഷെ പ്രധാനമന്ത്രി തന്നെ വന്ന് ഒരു വിശ്വാസത്തിന് നേതൃത്വം കൊടുത്ത് മുഖ്യ കർമ്മിയായി മാറുന്നു. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഒരു ഒറ്റ മതം എന്ന രൂപത്തിലേക്ക് ചിത്രീകരിക്കുന്നു. അതുപോലെ തന്നെ ഒരൊറ്റ ക്ഷേത്രം, രാമക്ഷേത്രത്തെ ഒരു ദേശീയ ബിംബമായി ഉയർത്തി കാണിക്കുന്നു. അതിന് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എല്ലാം നേതൃത്വം കൊടുക്കുമ്പോൾ ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ എന്നേക്കുമായി തകർക്കപ്പെടുന്നു. അതിലാണ് നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത്. ഇപ്പൊ തുർക്കിയിലേക്കെല്ലാം പോയി സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന രൂപത്തിൽ ഇതിനെ മൈലൂട്ടാക്കി കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയുടെ പ്രതിനിധിയാണെങ്കിൽ ആദ്യം തന്നെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഒന്ന് വായിച്ചു നോക്കണം. ചരിത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും നോക്കിയിട്ട് പല തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി ക്ഷേത്രം പണിയെന്ന് പറഞ്ഞത്. ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല. ഒറ്റ മിനിറ്റ് 1949 അവിടെ ബാലനായ രാമന്റെ വിഗ്രഹം കണ്ടെത്തി. ചരിത്രമായ പ്രസംഗങ്ങളിൽ തെറ്റുകൾ നിങ്ങളാണ് എതിർത്തത്. അംബേദ്കർ എതിർത്തത്, തിരഞ്ഞെടുപ്പിൽ അംബേദ്കർ എതിർത്തത്, അംബേദ്കർ നിരന്തരം അംബേദ്കറെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചത്. ശിവശങ്കർ, എല്ലാത്തിനും ഒരു രാഷ്ട്രീയമായ കണക്കൂട്ടുണ്ടാവില്ല. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്ത വരുന്നത്. ഇപ്പോൾ ഹിന്ദുത്വ വോട്ടുകൾ മാത്രം പോരെ, ഇപ്പോൾ ബീഹാർ നിങ്ങൾക്ക് ചലഞ്ചുള്ള സംസ്ഥാനമാണ്. അപ്പോൾ പിന്നാക്ക വോട്ടുകൾ ഉറപ്പിക്കാൻ വേറൊരു മാസ്റ്റർ സ്ട്രോക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ, അദ്ദേഹത്തിൻ്റെ കണക്ഷൻ നഷ്ടമായെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കണക്ടിവിറ്റി ശരിയായാൽ അദ്ദേഹത്തോട് ചോദിക്കാൻ. നൗഷാദ് അലി, ശിവശങ്കർ അങ്ങേക്ക് കേൾക്കാമോ? ഈ പറയുന്ന രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് കേൾക്കാം. അപ്പോ നിങ്ങളെല്ലാം രാഷ്ട്രീയമായി കാണരുത്. ഈ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ട് തന്നെ ഒരു ആദിവാസി സമൂഹത്തിൽ നിന്നാണ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഇവിടെ എല്ലാത്തിനും ശങ്കരാചാര്യർ, ഇവിടെ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ ശങ്കരാചാര്യരുടെ സാങ്ഷൻ മേടിച്ചിട്ടാണോ? തപസി ഓമല് ഇവിടെ ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ ശങ്കരാചാര്യരുടെ അനുവാദം മേടിച്ചിട്ടാണോ? അപ്പം ലോകത്ത് ഇത്തരത്തിലുള്ള നവോത്ഥാന സമരങ്ങൾ നടന്നിട്ടുണ്ട്. അതിലെല്ലാം ഇത്തരത്തിലുള്ള സമുദായങ്ങളെല്ലാം ശങ്കരാചാര്യരുടെ ആരാധകരുടെ ഇതൊന്നും മേടിച്ചിട്ടല്ല. ഇപ്പോൾ മുസ്ലിം ലീഗും ഷാഫിയും ശങ്കരാചാര്യരുടെ ആരാധകരായിരിക്കുന്നു. എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാരാണ് അവിടെ. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇതൊന്നും രാഷ്ട്രീയമായി കാണരുത്. ഇത് ചരിത്രകാലം മുതൽ ഇത്തരം ഹിന്ദു സമുദായങ്ങളിൽ നവോത്ഥാനം നടന്നിട്ടുണ്ട്. ഒരു സംശയവുമില്ല. ആ നവോത്ഥാനം നടക്കുക ചെയ്യും. അത് രാമൻ എന്നുള്ള ഏറ്റവും മഹാനായ ഒരു രാജാവ് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, എത്ര മികച്ച ഭരണഘടന ഉണ്ടായിട്ടും കാര്യമില്ല, അത് നല്ല ആളുകളുടെ കയ്യിൽ വേണമെന്ന്. ഈ ഭരണഘടന ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ ഭരണഘടനയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നും ഈ ഭരണഘടന നിങ്ങൾ അംബേദ്കർക്കെതിരെ മത്സരിച്ചുകൊണ്ട് അംബേദ്കർ തോൽപ്പിക്കാൻ ശ്രമിച്ചത് അന്ന് കോൺഗ്രസും CPM-ഉമാണ്. എന്തുകൊണ്ടാണെന്ന് പറ അരുണേ. അംബേദ്കറെ തോൽപ്പിക്കാൻ ഭരണഘടനക്കെതിരെ, ഈ രാജ്യത്തിനെതിരെ, ഈ രാജ്യത്തിനെതിരെ ഏത് കാലഘട്ടത്തിലും ഒരേ രാജ്യം ഒരേ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ പേര് തന്നെ മാറ്റി, രാജ്യത്തിന്റെ പേര് തന്നെ മാറ്റി. ഒരു കാര്യം പറഞ്ഞോട്ടെ, അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അംബേദ്കർ പ്രസംഗിച്ചത്, അംബേദ്കർക്കെതിരെ സമരം ചെയ്തത്, അംബേദ്കർക്കെതിരെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കോൺഗ്രസും CPM-ഉമാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമായിരുന്നില്ല എതിരെ, അദ്ദേഹം കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ സമരം നടത്തിയിട്ടുണ്ട്. ഹിന്ദു രാഷ്ട്രം എന്നൊന്ന് വന്നാൽ അതിനേക്കാൾ ഭയാനകമായി ഈ രാജ്യത്തിന് ഒന്നും സംഭവിക്കാനില്ല, അത്രയും വിശാലമായിരിക്കുമെന്ന് പറഞ്ഞത് അംബേദ്കറാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. വളരെ നന്ദിയുള്ള എല്ലാ പാനലിസ്റ്റുകൾക്കും. എല്ലാവരും കൂടി സംസാരിച്ചാൽ ആരും ഒന്നും കേൾക്കില്ല. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.